ഞാൻ ഡോക്ടർ ലൈസ, ഇത് അനന്തു. കട്ടപ്പനയിൽ നിന്ന് നമ്മുടെ അടുത്ത് സ്കിന്നിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി എത്തിച്ചേർന്നതാണ് അനന്തു. അനന്തുവിൻ്റെ നമ്മുടെ ഹോസ്പിറ്റലിലുള്ള എക്സ്പീരിയൻസ് നമുക്ക് അനന്തുവിനോട് തന്നെ ഒന്ന് ചോദിച്ചറിയാം. എനിക്ക് സ്കിൻ സംബന്ധമായ രോഗമായിരുന്നു. ഞാൻ ആദ്യമേ ഒരു 7-8 മാസം മുമ്പ് എനിക്കിത് തുടങ്ങി. 2 ആശുപത്രികളിൽ ഞാൻ പോയി. ഇപ്പം പോകുമ്പോൾ കൂടുമല്ലാതെ കുറയുന്നില്ലായിരുന്നു. അങ്ങനെ അച്ഛൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടിട്ടാണ് ഡോക്ടറായിട്ട് വിളിക്കുന്നത്. അത് കഴിഞ്ഞ് വന്നു ഒരു 5 ദിവസമായപ്പം എനിക്ക് മാറ്റം തുടങ്ങി. ഒരു 28 ദിവസം ഞാൻ അഡ്മിറ്റായിരുന്നു. 28 ദിവസം കഴിഞ്ഞപ്പം എൻ്റെ ഒരു 95% രോഗം മൊത്തം മാറി. ഇപ്പം വീണ്ടും മാസത്തി വന്ന് ഡോക്ടറിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് അതിൻ്റെ റിപ്പീറ്റേഷന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പം നമുക്ക് ഓറൽ മെഡിക്കേഷൻസ് മാത്രമാണ് ഉള്ളത്. വീട്ടിൽ പോയി നമുക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ള എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതൊക്കെ ചെയ്യാൻ പോലും ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് എന്തുണ്ടെങ്കിലും അപ്പോൾ ഡോക്ടർമാരായിട്ട് കോൺടാക്ട് ചെയ്ത് അവരെല്ലാം കാര്യങ്ങളും നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കും. ഓക്കെ, നമ്മുടെ ചെറിയ പ്രായത്തിൽ നമുക്കൊരു സ്കിൻ ഡിസീസ് വരാനുള്ള കാരണം എന്തായിട്ടാണ് തോന്നിയിട്ടുള്ളത് അനന്തുവിന്? എൻ്റെ ഒരു ഇത് വെച്ചാണെങ്കിൽ കൂടുതലും ജങ്ക് ഫുഡായിരിക്കും. സംബന്ധമായ കാര്യങ്ങളൊക്കെ ആയിരിക്കും. സെയിൽസിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഭക്ഷണമൊക്കെ അങ്ങനെ ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം മാത്രം കഴിച്ചത്. അനന്തുവിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കറിയൊക്കെ കുറച്ച് അലർജി പോലെയായിരുന്നു. ഇറച്ചി മീനും മുട്ടയൊക്കെയാണ് അനന്തുവിന് ഇഷ്ടമുള്ള ഭക്ഷണം അല്ലേ? സത്യം. അപ്പോൾ അതുകൊണ്ടാണ് അനന്തുവിന് സ്കിൻ ഡിസീസ് വന്നതെന്നുള്ളത് അനന്തുവിന് തന്നെ ഒരു ഉറച്ച ബോധ്യം വന്നിട്ടുണ്ട് അല്ലേ? വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതേപോലെയുള്ള യൂത്തുകളോട് എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ. ഇപ്പം നമ്മുടെ നാട്ടിൽ കുറേ ഓഫേഴ്സ് ഉണ്ട്. ഫുഡിൻ്റെയൊക്കെ കുറേ ഓഫേഴ്സ്, ലോഡഡ് ഫ്രൈസ്, അൺലിമിറ്റഡ് റൈസ്, മന്തി, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പിന്നെ നമ്മുടെ നാട്ടിൽ തുടങ്ങിയിട്ടുള്ള നൈറ്റ് ലൈഫുകൾ. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ കുട്ടികൾക്ക് ഭക്ഷണം അത്രയും ഒരു ക്രേസായിട്ട് മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ അമിതമായാൽ അമൃതം വിഷം എന്ന പോലെ ഇവനായാലും നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഭക്ഷണത്തിൻ്റെ ഒരു ബാലൻസ് വിട്ടുപോയതുകൊണ്ടാണ് ഒരു ക്രോണിക് സ്കിൻ ഡിസീസിലേക്ക് ഈ കുട്ടി എത്തിച്ചേരാൻ കാരണം ഉണ്ടായത്. ഇതേപോലെയുള്ള 20-നും 30-നും ഇടയ്ക്ക് പ്രായമുള്ള ധാരാളം കുട്ടികളുടെ, പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ എൻക്വയറികൾ നമുക്ക് അതേപോലെ വരുന്നുണ്ട്. ഈ സ്കിൻ ഡിസീസ് അല്ലെങ്കിൽ ക്രോണിക് സ്കിൻ ഡിസീസുകൾ, സോറിയാറ്റിക് കണ്ടീഷൻസൊക്കെ സംബന്ധിച്ച്. അപ്പോൾ ഇവരോട് എല്ലാവരോടും പറയാനുള്ളത് ഒന്നാണ്, നിങ്ങൾക്ക് ജങ്ക് ഫുഡ്സൊക്കെ എൻജോയ് ചെയ്യാം, പക്ഷേ ഓവറായി പോകരുത്. ഓവറായി പോയാൽ വളരെ ക്രോണിക് ആയിട്ടുള്ള ഓട്ടോഇമ്യൂൺ ഡിസോർഡേഴ്സ് നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് നമ്മുടെ ഫുഡിൻ്റെ ഒരു ബാലൻസ് അത് വിട്ടുപോകരുത്. ചെറിയ പ്രായത്തിലെ കുട്ടികൾക്ക് കാർഡിയാക് കണ്ടീഷൻസ്, വളരെ ചെറിയ പ്രായത്തിലെ തന്നെ ക്രോണിക് സ്കിൻ ഡിസീസ്, ഇതൊക്കെ വരാൻ കാരണത്തിലെ മെജോറിറ്റി കാര്യവും ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ ഈ ഭക്ഷണത്തിനെ നമുക്കൊന്ന് ബാലൻസ് ചെയ്ത് പിടിക്കാം. ജങ്ക് ഫുഡ്സ് ഒന്നും എൻജോയ് ചെയ്യേണ്ടെന്നല്ല പറഞ്ഞത്, എൻജോയ് ചെയ്യാം, പക്ഷെ അതിനൊരു ലിമിറ്റ് വേണം. അങ്ങനെയല്ലേ അനന്തു മനസ്സിലായത്? കേട്ടോ, നമുക്ക് ഈ പറയുന്നതെല്ലാം നമുക്ക് കഴിക്കാമായിരുന്നു. അമിതമായി പോയതുകൊണ്ടാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കോംപ്ലിക്കേഷൻസിലേക്ക് പോവാതെ ഒന്ന് ബാലൻസ്ഡ് ആയിട്ട് എല്ലാവരും ഒന്ന് ഡയറ്റും കാര്യങ്ങളും ശ്രദ്ധിച്ചു പോവുക. താങ്ക് യു അനന്തു. എന്തായാലും നമ്മുടെ 20-30 വയസ്സുകളിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു ഇൻഫോർമേഷൻ കൂടിയാണ് അനന്തു വഴി നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ കുട്ടികളത് ശ്രദ്ധിക്കുക. നമ്മുടെ സ്വന്തം ആരോഗ്യം അത് നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ചു പിടിക്കാൻ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തിനെ നന്നായിട്ട് വാല്യൂ ചെയ്യുക. താങ്ക് യു. സൈനിങ് ഓഫ്.